ചന്ദേരി സിൽക്കിൽ ഹാൻഡ് വർക്ക് വരുന്ന സൽവാർ സെറ്റിന്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഡിഫറെന്റ് പാറ്റേണിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നല്ല രസമാണ് ഇത് കാണാൻ. എന്നിട്ട് നമുക്ക് യോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ബീഡ്സ് വർക്കും സ്വീക്കൻസ് വർക്കുമാണ്. ബീഡ്സിന്റെ കളർ വരുന്ന നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ബാക്കി ഫുൾ നമുക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും ടോപ്പ് വരുന്നത്. സൈഡിൽ നല്ലൊരു ക്രോഷിയോടെ ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. സ്ലീവിന്റെ സൈഡിൽ ഈ ഒരു ക്രോഷിയോടെ ലേസ് നല്ലൊരു ഷെയ്ഡുമാണ് ഇത് ഓഫ് വൈറ്റിൽ തന്നെ. ടോപ്പ് പാറ്റേൺ ഇങ്ങനെയാണ്. ടോപ്പിന്റെ പാറ്റേൺ 2.5 മീറ്റർ ആണ് നമുക്ക് ലെങ്ത് വരുന്നത്. ശരിക്കും ഈ ഒരു സൽവാർ സെറ്റിന്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു ദുപ്പട്ടയാണ്. ദുപ്പട്ട ഓർഗൻസ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ഫുൾ എംബ്രോയിഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ഓർഗൻസ നമ്മൾ നോർമലി കാണുന്ന പോലെ നോട്ടഡ് എംബ്രോയിഡറി ആണ് ഇതിലും ചെയ്തേക്കുന്നത്. രണ്ട് സൈഡിലും സ്കാലപ്പ് ഉണ്ട്. അതുപോലെ ദുപ്പട്ടയുടെ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ക്രോഷിയോടെ ലേസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം സെയിം കളർ ടോൺ തന്നെ സാൻഡൂൺ സിൽക്കിലാണ് വരുന്നത്. ഗ്രീൻ കളറിൽ ചന്ദേരി സിൽക്കിലാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത്. ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. നെക്ക് ലൈനിലേക്ക് വരുമ്പോഴത്തേക്ക് മൾട്ടി കളർ 3 ലൈൻസിൽ നമുക്ക് മൾട്ടി കളർ പിങ്ക് പീച്ചും യെലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വരും. അതിൽ സ്വീക്കൻസ് വർക്കൊക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. പിന്നെ ചെറിയ ചെറിയ ഡിസൈൻ ഇങ്ങനെ എംബ്രോയിഡറി സ്വീക്കൻസ് വെച്ചിട്ടുള്ള ആ ഒരു വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബാക്ക് സൈഡും പ്ലെയിൻ ആയിട്ട് വരും. ദുപ്പട്ട വരുമ്പം ഓർഗൻസയിൽ തന്നെയാണ് ദുപ്പട്ട. ഫുൾ എംബ്രോയിഡറിയും നെറ്റിന്റെ ലേസ് ആണ് സൈഡിലെ ബോർഡർ ഒരു സൈഡിൽ കൊടുത്തേക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലേക്ക് ഫുൾ ആയിട്ട് നമുക്ക് സ്കാലപ്പ് പാറ്റേണും എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. എംബ്രോയിഡറി ഇങ്ങനെയാണ് ഈ ഒരു എംബ്രോയിഡറിയുടെ പാറ്റേൺ. നമുക്ക് ആ നെക്ക് ലൈനിൽ കണ്ട സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ദുപ്പട്ടയിലേക്ക് വരുന്നത്. ബോട്ടം സാൻഡൂൺ സിൽക്കിന്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമ്മളിപ്പോൾ കണ്ട ഗ്രീനിന്റെ ഒരു ഒണിയൻ ഷെയ്ഡാണ് വരുന്നത്. സെയിം എംബ്രോയിഡറി പാറ്റേൺ തന്നെയാണ് ഇതിലും റിപ്പീറ്റ് ചെയ്തത്. നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ദുപ്പട്ടയും ഓർഗൻസയിൽ തന്നെ എംബ്രോയിഡറി ചെയ്തു വരും. നല്ല രസമായിട്ടുള്ളതാണ് ഈ ഒരു എംബ്രോയിഡറി ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബോട്ടം സാൻഡൂൺ സിൽക്കിന്റെ തന്നെ ബോട്ടമാണ് ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചന്ദേരി സിൽക്ക് തന്നെ നല്ലൊരു പീച്ച് കളറിലാണ് വരുന്നത്. ഓൾറെഡി ഇതിലൊരു വീവിംഗ് പാറ്റേൺ പോലെ ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട്. എന്നിട്ട് നെക്ക് ലൈൻ വരുമ്പോഴത്തേക്ക് മിറർ വർക്കും ചെറിയ ബീഡ്സ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ഈ ലൈൻസിലൊക്കെ നമുക്ക് കട്ട് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല രസമാണ്. ഓഫ് വൈറ്റും വൈറ്റ് കളർ ഓഫ് വൈറ്റിലും പീച്ച് കളറും കൂടിയാണ് വന്നേക്കുന്നത്. ദുപ്പട്ടയും നമുക്ക് ഓർഗൻസയിൽ ഫുള്ളായിട്ടും എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല രസമാണ് ഈ ദുപ്പട്ട കാണാൻ. നല്ല ഹെവി എംബ്രോയിഡറി ചെയ്ത് 4 സൈഡിലും ക്രോഷിയോടെ ലേസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ സാൻഡൂൺ സിൽക്കിന്റെ ബോട്ടം തന്നെയാണ് ഇതിലും പെയർ ചെയ്തേക്കുന്നത്. നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ചന്ദേരി സിൽക്ക് തന്നെയാണ് ഈ സെറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക് വന്നേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈൻസ് ആണ്. അത് ഫുള്ളായിട്ടും ഹാൻഡ് വർക്ക് ചെയ്തേക്കുവാണ്. സ്വീക്കൻസ് വെച്ചിട്ടാണ് ഈ ഫ്ലവർ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ചെറിയ കട്ട് ബീസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പിങ്കും ഗ്രേയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കളർ കോമ്പിനേഷൻ വരുന്നത്. ഇതാണ് ഇതിന്റെ ആ ഒരു പാറ്റേൺ. 2.5 മീറ്റർ നമുക്ക് ടോപ്പിന്റെ ആ ഒരു ലെങ്ത് വരുന്നുണ്ട്. ദുപ്പട്ടയിൽ ഈ ഒരു സെയിം, അതായത് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ കളർ വരുന്നത്. ദുപ്പട്ടയിൽ നമ്മളിപ്പോൾ കണ്ട ആ കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു പിങ്കും ഗ്രേ ഒക്കെ, അതാണ് ഫുൾ ആയിട്ടും ദുപ്പട്ട വന്നിട്ട് 4 സൈഡിലും ക്രോഷിയോടെ ആ ഒരു ലേസും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ബോട്ടം സെയിം കളർ ടോൺ തന്നെ സാൻഡൂൺ സിൽക്കിലാണ് വരുന്നത്. ചന്ദേരി സിൽക്കിൽ തന്നെ ഫുള്ളായിട്ടും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണിത്. ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വന്നേക്കുന്നത്. ചെറിയ ചെറിയ സ്വീക്കൻസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. നെക്ക് ലൈനിലും ഇതുപോലെ തന്നെ വരും. പിന്നെ ടോപ്പ് ഫുള്ളായിട്ടും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡിസൈനാണ്. ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. എന്നിട്ട് സ്കാലപ്പിലേക്ക് വരുമ്പോൾ, സ്കാലപ്പ് അല്ല ദാമനിലേക്ക് വരുമ്പോൾ നമുക്ക് സ്കാലപ്പ് പാറ്റേൺ ചെയ്ത് ചെറിയ കട്ട് വർക്കും കൊടുത്തിട്ട് സ്വീക്കൻസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക് ആണ്. ഇതാണ് ടോപ്പിന്റെ പാറ്റേൺ. നല്ലൊരു ഷെയ്ഡുമാണ് ഇത്. ബ്രൗണോട് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ദുപ്പട്ട ക്രേപ്പ് ഷിഫോൺ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ദുപ്പട്ട പാറ്റേൺ. ആ ദുപ്പട്ട ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ഫുൾ ഫ്ലോറൽ പ്രിന്റ് വരും. അതുപോലെ 2 സൈഡിലും നമുക്ക് ദാമനിൽ കണ്ട സെയിം കട്ട് വർക്ക് പാറ്റേണും സ്വീക്കൻസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാണ്. നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സൽവാർ സെറ്റാണ്. ബോട്ടം സാറ്റിൻ സിൽക്കിന്റെ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്.